500 മില്ലിഗ്രാമിന്റെ പാരസെറ്റമോൾ ഗുളികകൾ 2 സോഡയിൽ ചേർക്കുന്നത്. ഗുളിക പൊടിച്ച് ചേർക്കുമ്പോൾ തന്നെ ഇവ സോഡയുമായി ലയിക്കും. ഗുളിക ചേർത്ത ഒരു സോഡ കഴിച്ചാൽ 2.5 മണിക്കൂർ നേരം കിക്കായി കറങ്ങിയിരിക്കും. പാമ്പാടിക്ക് സമീപമുള്ള ഒരു സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥി ക്ലാസ്സിൽ മയങ്ങിയിരിക്കുന്നത് കണ്ട് അധ്യാപകർ ചോദ്യം ചെയ്തപ്പോഴാണ് പുതിയ മയക്കുമരുന്നിന്റെ ഉറവിടം കണ്ടെത്തിയത്. ഗുളികയ്ക്ക് 2 രൂപയും സോഡയ്ക്ക് 4 രൂപയും ഉൾപ്പെടെ 6 രൂപയ്ക്ക് കാര്യം സാധിക്കാം എന്നതാണ് ഈ ലഹരിയുടെ പ്രത്യേകത. അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഈ ലഹരിയുടെ വിദ്യ കൂടെയുള്ള മലയാളികളായ തൊഴിലാളികൾക്ക് കൈമാറിയത്. ഇവരിൽ നിന്നാണത്രേ വിദ്യാർത്ഥികൾക്ക് ഇത് ലഭ്യമായത്. പുകയിലയുടെ ഞെട്ട് വെള്ളത്തിലിട്ട് 3 മണിക്കൂർ വെച്ച ശേഷം കുടിക്കുന്നതാണ് മറ്റൊരു രീതി. മഷി റിമൂവർ പാക്കറ്റുകളിൽ ലഭിക്കുന്ന സ്പിരിറ്റ് കുടിക്കുന്നതും കുറഞ്ഞ ചെലവിൽ വിദ്യാർത്ഥികൾ ലഹരി തേടുന്ന മാർഗമാണ്. പാരസെറ്റമോളും സോഡയും ചേർത്ത് വിദ്യാർത്ഥികൾ സ്ഥിരമായി കഴിക്കുന്നത് കരൾ നശിക്കുന്നതിനുൾപ്പെടെ ഇടവരുത്തുമെന്ന് പാമ്പാടി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് മനോജ് കെ അരവിന്ദ് പറഞ്ഞു. കുറഞ്ഞ ചെലവുള്ള സാധനങ്ങൾ അവർ ഉപയോഗിക്കുന്ന മിക്കവാറും അതിലെ ആൽക്കഹോൾ കണ്ടന്റിനെ ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടിയായിരിക്കും, അതിലെ ഒരു കിക്ക് കിട്ടാൻ വേണ്ടിയായിരിക്കും. പക്ഷെ അതിനകത്ത് ആൽക്കഹോൾ മാത്രമായിരിക്കില്ലല്ലോ, അതിൻ്റെ അകത്ത് വേറെ പ്രിസർവേറ്റീവ് ആയിട്ട് ഒത്തിരി സാധനങ്ങൾ ഉപയോഗിക്കും, ഒത്തിരി കെമിക്കൽസ് കാണും. ഈ ആൽക്കഹോളിന്റെ എഫക്റ്റിനേക്കാളും കൂടുതലായിട്ട് ഈ കെമിക്കൽസിന്റെ ലോങ് ടൈം എഫക്റ്റ് ആയിരിക്കും ഇവർക്കുണ്ടാകുന്നത്. അത് അവരുടെ മെമ്മറിയെ ബാധിക്കും, ഇന്റലിജൻസിനെ ബാധിക്കാം, ഈവൻ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത പോലും വളരെ കൂടുതലായിരിക്കും. മഷി റിമൂവ് ചെയ്യുന്നതിനുള്ള ഡയലൂട്ടറാണ് എന്റെ കൈവശമുള്ളത്. കോറസ് എന്ന കമ്പനിയാണ് ഇത് വിപണിയിലെത്തിക്കുന്നത്. ഈ 22 രൂപയ്ക്ക് കിട്ടുന്ന ഈ ഡയലൂട്ടറിന്റെ അകത്ത് ഈ പാക്കറ്റിനുള്ളിൽ 15 ml സ്പിരിറ്റാണ് ഉള്ളടക്കം ചെയ്തിരിക്കുന്നത്. ഈ പാക്കറ്റ് വാങ്ങുന്ന കുട്ടികൾ ഇത് ഒരു പൈന്റ് കുപ്പിയുടെ അത്രയും വിപുലീകരിക്കുകയാണ്, വെള്ളം ചേർത്ത് ഇത് വിപുലീകരിക്കുകയാണ് ചെയ്യുക. എന്നിട്ട് ഇത് ശരിക്കും ചാരായം പോലെ തന്നെ ഉപയോഗിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. ഇതിന്റെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള അറിവുമില്ലാതെയാണ് കുട്ടികൾ ഇത് ഉപയോഗിക്കുന്നത്. വളരെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് കുട്ടികളിൽ ഇത് ഉണ്ടാക്കിയെന്ന് വിദഗ്ധർ തന്നെ അഭിപ്രായപ്പെടുന്നു. അടിയന്തരമായി ഇക്കാര്യത്തിൽ അധികൃതരുടെ ശ്രദ്ധ പതിയേണ്ടത് ആവശ്യമാണ്. പ്രത്യേകിച്ച് പോലീസിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ നടപടികൾ ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ക്യാമറാമാൻ അരുൺ മറനാടിനൊപ്പം VM പ്രദീപ്, ക്യാബിനറ്റ് ന്യൂസ്.